മീനാക്ഷി നിൽക്ക്. നീ ജോലിക്ക് പോയവനല്ലേ, പിന്നെന്താ ഇവിടെ? അത് ഞാൻ ഒരു ഫയൽ എടുക്കാൻ മറന്നുപോയി. പ്രകാശ, നിന്റെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് വേണ്ട. അച്ഛാ, മീനാക്ഷി ഒന്ന് വിളിച്ച് ഇയാളെ കാണിക്കുന്നില്ല, എന്താ ഒരു തെറ്റ്? ഇയാളങ്ങ് കണ്ടിട്ട് പോവല്ലോ. പ്രകാശ, ഈ വീടിന്റെ ഗ്രഹനാഥൻ ഞാനാ. ആരെ കാണണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാ. തലയിരിക്കുമ്പോ വാലാടണ്ട. അനാവശ്യമായി വീട്ടിൽ പെണ്ണുങ്ങളെ തിരക്കി വരുന്ന ഇതുപോലുള്ള വായി നോക്കികളെ അടിച്ചോടിക്കേണ്ടതേ ആൺമക്കളുടെ കടമയാ. നീ അത് ചെയ്യുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? നിങ്ങൾ പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെ വേണമെങ്കിലും വിളിച്ചോ. അങ്ങനെയുള്ള ഭീഷണിയൊന്നും എന്നോട് വേണ്ട. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. അച്ഛാ വേണ്ട, ഇയാളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വന്നേ, വരാൻ. തൽക്കാലം ഇപ്പൊ പോ. നിങ്ങളുടെ ജാനയെ കാണാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാം. തന്തപ്പിടിയൊക്കെ കൊണം മാറി നിൽക്ക പ്ലീസ്. പ്രകാശിന്റെ വാക്ക, മീനാക്ഷിയെ കാണാനുള്ള അവസരം ഒരുക്കി തരാന്ന് പറഞ്ഞാൽ ഒരുക്കി തന്നിരിക്കും. ഇപ്പൊ പോ. ഞാനിപ്പോ പോവാം, പക്ഷെ വീണ്ടും വരും. അന്ന് ഞാൻ കണ്ടിട്ടേ പോവൂ. എടോ, നീ ഇനിയും വരണം. വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വരുത്തും. ആ മീനാക്ഷിയെ ചവിട്ടി പുറത്താക്കാൻ കിട്ടിയ ഇരുതല മൂർച്ചയുള്ള വാള ഈ വന്നാള്. നിന്നെ ഞാൻ ശ്രദ്ധാപൂർവം എടുത്ത് വീശും. എന്താ മാധവേട്ട, എന്താ പ്രശ്നം? ആരോട് മാധവേട്ട സംസാരിച്ച? ആരുമില്ല. മാധവേട്ടനെ ഇത്രയും ടെൻഷൻ അടുപ്പിക്കത്തക്ക രീതിയിൽ ഇവിടെ വന്നത് ആരാ? അതെനിക്കറിയണം. ചന്ദ്രു, വന്നത് അവനാ. ഇവിടേക്ക് ഇനി ഒരിക്കലും വരാൻ പാടില്ലെന്ന് നമ്മൾ ആഗ്രഹിച്ചവൻ ഷാജി. അവൻ എന്തിനാ വന്നത്? മീനാക്ഷിയെ കാണാൻ. മാധവേട്ട, അവനൊരിക്കലും മീനാക്ഷിയെ കാണാൻ പാടില്ല. കാണണം. അയാളുടെ ഭാര്യയെ തേടി വന്നതാ. അയാളെ തടയാൻ നമുക്ക് അവകാശമില്ല. പ്രകാശ, അമ്മേ, അയാള് പറയുന്ന ജാനകിയാണോ നമ്മളെയൊക്കെ കബളിപ്പിച്ചിരിക്കുന്ന ഈ മീനാക്ഷി എന്ന് അറിയണ്ടേ? ആർക്കാണ് അറിയേണ്ടത്? നിനക്കോ? എനിക്കും അറിയണം. അറിഞ്ഞേ പറ്റൂ. നിനക്കറിയണോ? നിനക്കെന്താ അറിയേണ്ടത്? അവനെ കൊണ്ടുവന്നത് നീയാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഇനി എന്റെ കുടുംബം കലക്കുന്ന എന്തേലും പരിപാടി നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ജനിപ്പിച്ച ഞാൻ തന്നെ നിന്നെ അങ്ങ് തീർക്കും. മാധവേട്ട, മാറി. മാനത്തെ കൊട്ടാരം